ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നവനും ഇരുന്നവനും വരുവാനിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ജെറുസലേം മിഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. ബഹുമാന്യരെ, യേശു ആര് എന്ന വിഷയത്തോടനുബന്ധിച്ചുള്ള 8ാമത്തെ ഭാഗത്തിലേക്കാണ് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത്. ഈ യേശു ആര്? ദൈവമായിരുന്നവൻ പുത്രനായ ദൈവമായി തീർന്നു. പുത്രനായ ദൈവം, ഇതിൽ 2 വിധ പുത്രത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ. ഇതിൽ ദൈവപുത്രൻ എന്നത് അനാദിക്ക് ശേഷമുള്ള അഥവാ ആദിയിൽ എന്ന കാലം ആരംഭിക്കുന്നത് മുതൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യപുത്രനായി ജനിക്കുന്നതിന് മുമ്പ് വരെ ആയിരുന്നെന്നും നാം വിചിന്തനം ചെയ്തു കഴിഞ്ഞു. എന്നാൽ മനുഷ്യനായി ഇൻകാർണേഷൻ, തിരു അവതാരം ചെയ്യും മുമ്പേ അവിടുത്തെ പ്രത്യക്ഷതകൾ, ഗമനാഗമനങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്നും നാം വിലയിരുത്തി. അങ്ങനെയെങ്കിൽ ദൈവപുത്രനായിരിക്കെയുള്ള സുപ്രധാന പ്രത്യക്ഷതകൾ മാത്രം ചുരുക്കം ചിലത് ചിന്തിച്ചുകൊണ്ട് ആയിരിക്കാൻ സഹൃദയരായ നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു. യഹോവയായ ദൈവം പരിച്ഛേദനയെപ്പറ്റി അബ്രഹാമിനോട് അരുളി ചെയ്തു. പുതിയ ഒരു ഉടമ്പടി, താനും പരിചാരകരിലെ സകല പുരുഷ പ്രജകളും അത് അനുസരിച്ചു. അതിഥി സൽക്കാര പ്രിയനായ അബ്രഹാം പരിച്ഛേദനയുടെ 3-ാം ദിവസം കൂടാരവാതിക്കലിരിക്കുമ്പോൾ അതാ 3 ആളുകൾ തനിക്ക് അഭിമുഖമായി നിൽക്കുകയാണ്. അകലെ നിൽക്കുന്ന അവരുടെ മുൻപിൽ നിലം വരെ കുനിഞ്ഞ് വണങ്ങിയിട്ട്, യജമാനനെ, ഈ ദാസനെ കടന്നു പോകരുതേ എന്ന് പറഞ്ഞ് സൽക്കാരം സ്വീകരിപ്പാൻ അപേക്ഷിക്കുന്നു. നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറയും. ഉൽപ്പത്തി 18-ാം അധ്യായം തുടങ്ങുന്നത് കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോക്കിയപ്പോൾ 3 ആളുകൾ. എന്നാൽ അബ്രഹാം അവരെ സംബോധന ചെയ്യുന്നത് യജമാനനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. ചുരുക്കത്തിൽ ആദ്യത്തെ 5 വാക്യങ്ങളിൽ 3 സന്ദർശകരെ കുറിച്ച് 3 ഏകവചന രൂപത്തിലും 3 ബഹുവചന രൂപത്തിലും സംബോധന ചെയ്തിരിക്കുന്നു. ഇതേറെ വ്യത്യസ്ത പഠനങ്ങൾക്ക് വഴിവെച്ച ഒരു വേദഭാഗമാണ്. എബ്രായ അക്ഷരമാലയിലെ യോദ്, ഹേ, വാ, ഹേയ്, ഹി, ഈ 4 വാക്കുകൾ ചേർന്നുള്ള നാമരൂപം യാവേ മലയാളത്തിൽ കൃത്യമായി അത് എഴുതുക അസാധ്യമത്രേ. എന്നാൽ 6800 പ്രാവശ്യം യഹൂദ ബൈബിളിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ 3 പേർ ഉണ്ടെങ്കിലും അബ്രഹാം പറയുന്നത്, അങ്ങ് എന്നിൽ സംവൃതനെങ്കിൽ അങ്ങ് ഈ ദാസനെ കടന്നു പോകരുതേ എന്നാണ്. അബ്രഹാം അഡോണായി എന്ന് സംബോധന ചെയ്ത് വണങ്ങി നിൽക്കുമ്പോൾ ഏക വ്യക്തിയോടെന്ന പോലെ പറയുമ്പോഴും പ്രാമുഖ്യമുള്ളവൻ, പ്രധാനി ആരാണ് എന്ന ഉൾത്തടത്തിൽ താൻ അറിയാതെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് സൽക്കരിക്കുന്നതെന്നും നാം ആത്മാവിൽ അറിയുക. അഡോണായി എന്ന വാക്കിന് കർത്താവ്, നാഥൻ, യജമാൻ, അധികാരി എന്നൊക്കെ അർത്ഥമുണ്ട്. സർവവും ഉണ്മയിലേക്ക് ആനയിച്ചവൻ, ആയിരിക്കുന്നവൻ, അത് സകല ഭാഷകളുടെയും മൂല ക്രിയാധാതുവാണ്. യാവേ, ടു ബി, സകല ഭാഷകളുടെയും താക്കോൽ സ്ഥാനീയമായ വചന കീ വേഡ്, ഇതത്ര ലോഗോസ്. 439 പ്രാവശ്യം അഡോണായി എന്ന വിശുദ്ധ ബൈബിളിൽ കാണാം. ചുരുക്കത്തിൽ ഏകവചന ബഹുവചന മിശ്രിത ധ്വനിയുള്ള വാക്കാണ് അഡോണായി, യജമാനനെ എന്നുള്ളത്. അബ്രഹാമിനെ സന്ദർശിച്ചത് പരിശുദ്ധ തൃത്വമാണെന്ന് പഠിപ്പിക്കുന്നത് വിരോധാഭാസം അത്രേ. ദൈവത്തിൻ്റെ വലങ്കരമായ പുത്രൻ്റെ പ്രത്യക്ഷതകൾ ഒന്നാണിത്. ആ 3 2 പേർ സോദോമിലേക്ക് പോയി ലോത്തിനെയും കുടുംബത്തെയും കാണുന്നു. അബ്രഹാമോ ദൈവത്തിൻ്റെ ശബ്ദത്തിൽ നിൽക്കുന്നു. നീതിമാന്മാരായി 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ സോദോം ഗോമോറ നശിപ്പിക്കുകയില്ല. അങ്ങനെ അബ്രഹാം വിനയപുരസ്സരം പക്ഷപാതം ചെയ്ത് ദൈവപുത്രനോടാണ്. ഉൽപ്പത്തി 19, 24, 25, സങ്കീർത്തനം 45, 110 കർത്താവിനോട് അരുളി ചെയ്തു. ഇങ്ങനെ അനേകം വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ദൈവവും കർത്താവിൽ നിന്നുള്ള കർത്താവുമായി പുത്രനായ ദൈവം
ദൈവപുത്രൻ പ്രവർത്തിച്ചു വന്നു എന്നുള്ളതാണ്. AD 100-165 കാലഘട്ടത്തിലെ ജസ്റ്റിൻ ട്രിഫോ മാർഷിയോൺ എന്നിങ്ങനെ പലരും ബുദ്ധിയിൽ പരതി പലതും പറയുമ്പോൾ നമ്മുടെ 4ാമത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ എല്ലാം ഒരാൾക്ക് തെളിയിക്കാം, വിശദീകരിക്കാം എന്ന് ചിന്തിക്കുന്ന അപാകതയാണത്. അഗസ്റ്റ്യൻഡർക്കും കാൽവിനും പലരും പല സംഭാവനകൾക്കും നൽകിയിട്ടുണ്ട്. ഇനിയും പലരും രംഗത്ത് വരാം. രണ്ടാമതായിട്ട് സാറായുടെ ദാസിയായ ഹാഗാറിനെ ദൈവദൂതൻ വെളിപ്പെട്ടു. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ സൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഉൽപ്പത്തി 16:7 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മിസ്രൈമദാസിയായ ഹാഗറിന് തന്നോട് പരിഹാസ ചിരിയുണ്ടെന്ന് കണ്ട സാറ ഹാഗറിനോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവിടം വിട്ട് ഓടിപ്പോയി. ദൂതൻ അവളെ തിരിച്ചയച്ച സാറായ്ക്ക് കീഴടങ്ങിയിരിക്കാൻ നിർദ്ദേശിച്ചു. പിന്നെ നാം വായിക്കുന്നത് അബ്രഹാം സാറയുടെ നിർദ്ദേശപ്രകാരം ഇസ്മായേൽ എന്ന കുട്ടിയെയും ഹാഗറിനെയും പറഞ്ഞയച്ചു എന്നതാണ്. വീണ്ടും അവളിതാ ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ. മരുപ്രദേശങ്ങളുടെ 15%-ലധികം ഇന്നും മനുഷ്യന് അജ്ഞാതമാണ്. വിശാലമായ സഹാറയിൽ അപ്പവും വെള്ളവും തീർന്ന് മരിപ്പാറായ ബാലൻ്റെ നിലവിളി. ദൂരെ മാറി വിമ്മിക്കരയുന്ന ഹാഗറിനോട് ബാലൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്നാണ് ദൈവദൂതമായി പ്രതികരിച്ച ദൈവപുത്രനായ ദൂതനായി മനസ്സിലാക്കപ്പെട്ട യഹോവയുടെ ദൂതൻ പറഞ്ഞത്. വാഗ്ദത്തമുള്ള അബ്രഹാമിനാൽ ജനിക്കപ്പെട്ടതിനാലും ഇസ്മായേലിനെ കുറിച്ച് മുൻപൊരിക്കൽ അപേക്ഷിച്ചതിനാലും അത്ര പെട്ടെന്നുള്ള ഈ മറുപടി അവൻ സഹോദരന്മാർക്കെതിരെ പാർക്കുമെന്നും ഈ സന്മുഖ ദൂതൻ പ്രസ്താവിച്ചു. അവൻ ദൈവവാഗ്ദത്തം പോലെ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. ഇന്നും ഇവൻ്റെ പരമ്പര സഹോദരന്മാർക്കെതിരാണ്. മരുഭൂമികളിൽ തന്നെ രാജ്യങ്ങളായി പിറന്ന് വില്ലുപയോഗിക്കുകയാണ്. എന്നാൽ സർവശക്തനായ യഹോവ അബ്രഹാമിൻ്റെ അതിമഹത്തായ പ്രതിഫലവും പരിചയമാണ് എന്ന വസ്തുതയാണ് എന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അന്ത്യകാലത്തിൽ വാഗ്ദത്ത സന്തതി പ്രഭമേൽ പ്രഭ കൂടി ശുഭ്ര നക്ഷത്രമായി തിളങ്ങിക്കൊണ്ടിരിക്കും. അത് ഇസ്രയേൽ. ലോകം അതിൽ അമ്പരക്കേണ്ടതില്ല. അടുത്തായിട്ട് നാം നോക്കുന്നത് അബ്രഹാം ഇസ്ഹാക്കിൻ്റെ ബലി കഴിക്കാൻ തുടങ്ങുമ്പോൾ, അഥവാ അബ്രഹാമിൻ്റെ ബലിയിൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഏകജാതനായ വാഗ്ദത്ത പുത്രനായ ആദ്യജാതനായി നിയമപ്രകാരം ജനിച്ചതും ഏകജാതനായതുമായ ഇസ്ഹാക്കിനെ ബലി കഴിക്കുക എന്ന ദൈവകൽപ്പനയെ നിറവേറ്റാൻ അബ്രഹാം മോറിയ കുന്നിൽ ആരോടും അനുവാദം ചോദിക്കാതെ വട്ടം കൂട്ടുകയാണ്. ധൃതിയിൽ ബലിക്ക് വേണ്ടി താൻ ഇതാ നിൽക്കുകയാണ്. ഇതുപോലെ യേശുവും പിതാവിൻ്റെ ആദ്യജാതനാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി മറ്റൊരു സൃഷ്ടിജാലത്തോടും അഭിപ്രായം ചോദിക്കാതെ സ്വപിതാവും തന്നെ ഭൂമിയിലേക്ക് അയക്കാനിരിക്കുകയാണ്. തൻ്റെ യാഗത്തിൻ്റെ നിഴലാണ് ആദ്യ മാതാപിതാക്കൾക്ക് നൽകപ്പെട്ട വസ്ത്രത്തിന് വേണ്ടി കൊല്ലപ്പെട്ട മൃഗം. എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ തന്നെ യാഗമാകാൻ പോകുന്നു, ഇസഹാക്ക്. അതും തൻ്റെ യാഗത്തിൻ്റെ മുന്നോടിയാകാം. പക്ഷേ മനുഷ്യ രക്തം വീണാൽ തൻ്റെ പിന്നീടുള്ള രക്തത്തിൻ്റെ പ്രസക്തി എന്ത്? ദൂതനല്ല, ദൈവപുത്രനെ ആണ് ഇവിടെ പിതാവിൻ്റെ ഭാഗതയും വഹിച്ച് അബ്രഹാമി ബാലൻ്റെ മേൽ കൈവയ്ക്കരുതേ എന്നരുളി ചെയ്തത്. ഇങ്ങനെ വിലയിരുത്തുന്നതാവും കൂടുതൽ ശരിയെന്ന് പഠിതാക്കൾ പറയുന്നു. നിരൂപകനായ JC ഏബറും ഇത് തന്നെ വിലയിരുത്തുന്നു. ദൂതനായി പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനെ തടഞ്ഞ ദൈവപുത്രനാണ്. അതുകൊണ്ടത്രേ നീ നിൻ്റെ മകനെ തരുവാൻ മടിക്കായി കൊണ്ടെന്ന് ഉടനെ തന്നെ മറുപടി പറഞ്ഞത്. ഞാനും പിതാവും ഒന്നാകുന്നുവെന്നും യേശു പറയുകയുണ്ടായല്ലോ. അതെ, ആ ഒന്നായവൻ പിതാവ് നമ്മെ കനിഞ്ഞ് ദൈവത്തിനെ തന്നെങ്കിൽ നമ്മെ കനിഞ്ഞ് തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രൻ, ആ ദൈവപുത്രനായ യേശുവിൻ്റെ സ്നേഹസന്നിധാനത്തിൽ നാം എന്നും ആനന്ദം കണ്ടെത്തുക. ദൈവപുത്രൻ്റെ അടുത്ത പ്രത്യക്ഷതകളെപ്പറ്റി നമുക്ക് വീണ്ടും ഒന്നിച്ച് ചിന്തിക്കാം. വന്ദനം. നന്ദി.